പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫിന്റെ പരീക്ഷ ഹാളിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ. കൂട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നീ കുറേ നേരം വെറുതെ ഇരിക്കണം ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഉള്ളത് കാരണം നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഇലയൊളുക്കുമ്പോൾ ആർക്കും മനുഷ്യന്മാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടായ്മകൾ നിന്നെ സഹായിക്കത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് സമയം. അതാ അപ്പോൾ ആര് സഹായിക്കേണ്ടതാണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ആരാണ്? ആ ദൈവം. അപ്പോഴേ ഇവനൊരു തീരുമാനം എടുക്കും. എന്താ? ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ അതെൻ്റെ കർത്താവായിരിക്കും എന്നെ ജയിപ്പിക്കുന്നത്. അപ്പം വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും നീ ജയിക്കോടാ. അപ്പോൾ അവൻ അമ്മയോട് പറയും, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണത്? ഞാൻ വല്ല എഴുതിയെങ്കിലല്ലേ ജയിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില അവിശ്വാസികൾ ചോദിക്കും, പിന്നെ എഴുതാത്ത പരീക്ഷ കർത്താവ് മാർക്ക് കൊടുക്കുമ്പോൾ കർത്താവ് കള്ളനാകുക. അതല്ല, നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ ഇടറവ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്, മാറാത്ത രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. എല്ലാം സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള്, വിട്ടുമാറാത്ത വിഷമസന്ധികള്, ജപ്തി നടപടികള്, കേസുകള്, കർത്താവ് വിവാഹപ്രായമായിട്ടുള്ളവര്, പുനഃവരവ് ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാത്ത ഭവനങ്ങള്, വീട് സ്വന്തമായില്ലാത്തവര്, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവര്, കർത്താവേ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, പരിഹരിക്കാനാവാത്ത ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോയോട് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഒരുമിച്ച് സ്വരത്തിലെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, സ്വരത്തിലെ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എല്ലാവരും എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ജൂഡ് ജോസഫ് ഒരു വിശ്വാസത്തിന് പ്രവർത്തനം ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യണത്? റിസൾട്ട് വരാൻ നേരത്തെ ഉടമ്പടി തൈലമെടുത്ത് കണ്ണിൽ തേക്കും. വിശ്വാസമില്ലാത്തവർ ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നും. അതവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണവൻ. ഇനി കൂട്ടുകാരായിരിക്കും അതിന് റിസൾട്ട് പിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ചെവിയിലൂടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിലും തേക്കും. ഒരു ബിടെക് സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അവൻ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അത് ചെയ്യണത്? അല്ല, ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് വേറെ ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ആരുമില്ല, അത് പ്രഖ്യാപിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ദൈവമില്ലാതെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മറ്റൊരുത്തരിൽ രക്ഷയില്ല, രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങയോട് തുലനം ചെയ്യാൻ കർത്താവേ, അങ്ങയെപ്പോലെ മറ്റാരും ഈ ലോകത്തിലില്ല. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ശക്തി, അങ്ങാണ് ഞങ്ങളുടെ അഭയം. ഹല്ലേലൂയ. കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും യേശു കർത്താവാണെന്ന്,
യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി തൈലമല്ല അവന് മാർക്ക് കൂട്ടാൻ പോണത്. ആരാണ്? അവനെ പേരിട്ടിട്ട് എന്ത് പറയും? വിശ്വാസപ്രമാണം ചെല്ലുവന്നു. അതാണ് സംഭവം. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. എന്തിൻ്റെ കർത്താവ്? പരീക്ഷയുടെയും കർത്താവ്, മാർക്കിൻ്റെയും കർത്താവ്, യൂണിവേഴ്സിറ്റിയുടെയും കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെയും കർത്താവ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അധരം കൊണ്ട് അങ്ങ് ഏറ്റുപറയുകയും ഹൃദയത്തിൽ മരിച്ചവനാ വിശ്വസിക്കുകയും ചെയ്തു. കരങ്ങൾ നീട്ടി കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ നിന്റെ ഹൃദയത്തിൽ പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അധരം കൊണ്ട് പറയണം, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പൊ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ഇപ്പൊ ജൂഡ് ജോസഫിന്റെ സാക്ഷ്യം അറിയാമല്ലോ, നിങ്ങൾ നോക്കണത് എന്താ? അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാര്യം അപകടം വന്ന് തലച്ചോറ് കുടുങ്ങിപ്പോയ ആളാ, ഓർമ്മ പോയി. ആ ആൾക്ക് കർത്താവ്, നിന്റെ ഓർമ്മ പോകുമ്പോഴേ കർത്താവ് നിനക്ക് പകരം ഓർമ്മയായി മാറും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം രക്ഷകാ ദൈവം നീട്ടി. കർത്താവേ നാഥനേ ആമേൻ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതാണ് ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. 48 വയസ്സുള്ള ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവരെ എഴുതുന്ന പരീക്ഷയുടെ അവരുടെ കാലം കഴിഞ്ഞു. ഒരു 38-35 വയസ്സാകുമ്പോഴത്തേന് പരീക്ഷാകാലം കഴിയും. കാര്യം ഒന്നാമത്തിൽ പുതിയ തലമുറ നിങ്ങൾക്കറിയാമല്ലോ, പുതിയ തലമുറയായിട്ട് ആർക്കും കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഷാർപ്പ് ഇൻ്റലിജൻറ്റ്, അപാര മെമ്മറി. കാര്യം നമ്മുടെ മക്കളാണവർ. ഈ 48 വയസ്സുകാലത്തിലെ മക്കളെന്ന് പറയണത് അമ്മയേക്കാൾ ഡബിൾ മെമ്മറിയാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി നമ്മുടെ മക്കളാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനേക്കാൾ ഷാർപ്പായിരിക്കും. അപ്പോൾ അവർ തന്നെ, അതുകൊണ്ട് തന്നെ അവർ മനസ്സിടിയാണ്, ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമോ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറഞ്ഞില്ല, കേട്ടില്ലേ? അത് ഞാനതാണ് കേട്ടത്. കമ്പ്യൂട്ടർ പണ്ടേ അവർക്ക് മെമ്മറി കുറവാണ്, അവർക്ക് ആത്മവിശ്വാസമില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. പിന്നെ ആരാണ്? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുമ്പോൾ കർത്താവിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ആകും. സുധുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി ഹല്ലേലൂയ. ഈശോയേ, അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം എഴുതിത്തള്ള. ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ, 1000 അല്ല, 1000
യൂട്യൂബിൽ മാത്രം കിടക്കണത് എന്താണ്? ഞങ്ങൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു 600 എണ്ണം ഉണ്ട്. ലൈവിൽ കിടക്കുന്നത് ഒരു 600 എണ്ണം ഉണ്ട്. 1200 സാക്ഷ്യങ്ങളായി. എല്ലാവർക്കും ചോദിക്കണം, ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കൃപാസനത്തെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഉടമ്പടിയാണ് സംഭവിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിന്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. എഫേസ്യസ് 2:8 കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപയാലാണ് രക്ഷയെന്ന് കൃപാസനത്തിൽ വന്നുകൂടി കൃപാസന മാതാവിനും തിരുക്കുമാരനും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബി റോയ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ വിജയഗിരി ഇടവങ്കമാണ്. ഞാനിപ്പോൾ കടന്നു വരുന്നത് UK നോർത്തേൺ അയർലൻഡ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 22 പക്ഷേ അതിന് മുന്നേ ഞാൻ കൃപാസനത്തിൽ പതിവായി കടന്നു വരുന്ന ഒരാളായിരുന്നു. ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചത് പാലായിലാണ്. BSc സൈക്കോളജിയാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ 2022 ആദ്യം കൃപാസനത്തിലോട്ട് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമൊക്കെ എഴുതിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അപ്പം എൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും എനിക്ക് B ഗ്രേഡ് C ഗ്രേഡൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ ഞാൻ കിട്ടിയത്. ഞാൻ എന്ന് കൃപാസനത്തിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ചോ അതിനുശേഷം ഞാൻ എഴുതിയ എല്ലാ എക്സാമുകൾക്കും എനിക്ക് നല്ല ഗ്രേഡ് A ഗ്രേഡിലോട്ട് മാറി. ചില വിഷയങ്ങൾക്ക് ഫുൾ മാർക്കായി കിട്ടി. പക്ഷേ അന്നൊന്നും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഞാൻ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കുന്നു, പോകുന്നു, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2023 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി. എല്ലാ സബ്ജക്റ്റിനും A ഗ്രേഡോടുകൂടെ നല്ല മാർക്കോടുകൂടെ തന്നെ ഞാൻ പാസ്സായതിന് ശേഷം എനിക്ക് UK പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഓടി വരും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ തിരിച്ചു പോകും. ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. UK എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുരുക്കുകൾ അഴിയുന്നത് പോലെയായിരുന്നു മാതാവ് എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തന്നിരുന്നത്. IELTS റിസൾട്ട് വരാനൊക്കെ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം ഞാൻ ഓർക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ UK ടോപ്പ് 25 യൂണിവേഴ്സിറ്റിയിൽ തന്നെ മാതാവ് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ UK മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എത്തി. UK എത്തിക്കഴിഞ്ഞ് ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായി ഞാൻ ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനം KFC ആയിരുന്നു. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ എനിക്ക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് ഭയങ്കരമായിട്ട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ തുടങ്ങി, ഒരുപാട് മെൻ്റൽ ടോർച്ചർ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ മറ്റൊരു ജോലി അന്വേഷിക്കുന്നത്. ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിക്ക്, അപ്പം നിയോഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാതാവ് ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് 22 2024 ഞാൻ എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്താണ് ഉടമ്പടി എന്ന് ഞാൻ വ്യക്തമായ അച്ഛൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ കേട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടി നടക്കുന്നത്, എന്തെല്ലാം നമ്മൾ ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മൾ ഉടമ്പടി ജീവിതം ജീവിക്കേണ്ടതെന്നല്ല ഞാൻ വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വിത്തിൻ 2 വീക്സ് തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തോട്ട് എനിക്ക് പുതിയൊരു പാർട്ട് ടൈം ജോലി റെഡിയായി. അത് ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയാണ് എനിക്ക് പിന്നെ പാർട്ട് ടൈം ശരിയായത്. ഞാൻ മാതാവിന് ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു, ഞാൻ UK ചെന്ന് MSc അപ്ലൈഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, അതായത്
ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു സൈക്കോളജി ആയിരുന്നത്. അപ്പം അതിലാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി UK ചെന്നത്. അപ്പോൾ അതിലൊരു മൊഡ്യൂളാണ് പ്ലേസ്മെൻറ്റ് മൊഡ്യൂളുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഏകദേശം 60 കുട്ടികളുണ്ട്. 60 കുട്ടിയിൽ ഞാൻ മാത്രം മലയാളം സംസാരിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാർ, അവിടെ ജനിച്ച് വളർന്നവർ. അപ്പോൾ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കണം. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആപ്ലിക്കേഷനകത്ത്, പ്ലേസ്മെൻറ്റിനകത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് എടുക്കുന്നത്, നമ്മൾ ഈ പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഇവിടെ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ 1 കൊല്ലം അസിസ്റ്റൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു സ്കൂളായിരുന്നു. അപ്പം അവിടെ വെച്ച് മുതലാണ് എനിക്ക് ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ജീവിക്കണം, അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ചിന്തയിലോട്ട് വന്നതും. അങ്ങനെ UK ഞാൻ പ്ലേസ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്ലേസ്മെൻറ്റിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതി. ഞാൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പ്ലേസ്മെൻറ്റിന് വെച്ചത്. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആഗ്രഹിച്ച ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ ഓട്ടിസം കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിസർച്ചിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റി. അത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു പ്ലേസ്മെൻറ്റ് എൻ്റെ പിന്നീട് എനിക്ക് സംഭവിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരു പാതയായിരുന്നു എന്ന് തന്നെ എനിക്ക് പിന്നീടാണത് മനസ്സിലായത്. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പ്ലേസ്മെൻറ്റിന് പോയി. നല്ല മാർക്കോട് തന്നെ പ്ലേസ്മെൻറ്റ് മൊഡ്യൂൾ ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ അടുത്ത നിയോഗമായിട്ട് വെച്ചത് എൻ്റെ എല്ലാ സബ്ജക്റ്റുകളും തോറ്റു പോകാതെ പാസ്സാകണമെന്നായിരുന്നു. ആദ്യം ഞാൻ UK ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ആക്സെൻറ്റിൽ സംസാരിക്കുക, സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഒരു അസൈൻമെൻറ്റിനൊക്കെ ആദ്യത്തെ അസൈൻമെൻറ്റിനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 1.5 മാസം ഞാൻ എടുത്തു ഒരു 3000 വേർഡ്സിൻ്റെ ഒരു എസ്സേ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലേജറിസം അങ്ങനെ കാര്യമുള്ളതുകൊണ്ട് നമുക്ക് ഒരിടത്ത് നോക്കി എഴുതാൻ പറ്റത്തില്ല. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആദ്യത്തെ എഴുതിയത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അസൈൻമെൻറ്റുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോ അസൈൻമെൻറ്റ്, ഒരു മാസത്തിൽ 2 അസൈൻമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. എല്ലാ അസൈൻമെൻറ്റ് വെക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയും ലാപ്ടോപ്പിൽ കുരിശ് വരച്ചൊക്കെയാണ്. എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് അപ്പം ഞാൻ ലാപ്ടോപ്പിൽ കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടുകൂടി തന്നെ മാതാവ് എന്നെ വിജയിപ്പിച്ചു. മറ്റൊരു കാര്യം ഞാൻ വെച്ചതായിരുന്നു UK ഡ്രൈവിംഗ് ലൈസൻസ് UK കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് എക്സാമിന് പോയപ്പം. അപ്പോൾ ആദ്യത്തെ എക്സാമിന് പോയപ്പോൾ ഇത് എനിക്ക് സിമ്പിളായിട്ട് കിട്ടുമല്ലോ, ഞാനിവിടെ വണ്ടി ഓടിക്കുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഫസ്റ്റ് തിയറി എക്സാമിനും ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിനും ഞാൻ ഫെയിലായി. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ല, മാതാവ് ഇറങ്ങി വന്ന് സഹായിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത എക്സാമിന് പോകുമ്പം എൻ്റെ വണ്ടിയിൽ മാതാവും കൂടെ വന്നിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ തിയറി എക്സാമും ഞാൻ പാസ്സായി, പ്രാക്ടിക്കൽ എക്സാമും പാസ്സായി. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ മറ്റൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു, പഠിച്ച് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ. UK അങ്ങനെ വിദേശത്തോട്ടൊക്കെ പോകുന്ന എല്ലാ കുട്ടികളുടെ ആഗ്രഹമാണ് അവർ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക. ഞാനും ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ഒരു ആൻറ്റി കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ കൃപാസന ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എനിക്ക് കൃപാസന ഉപ്പ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പം ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്താലും എനിക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ഞാൻ ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിനെല്ലാം ഞാൻ ചുറ്റും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞേ ഒന്നും എനിക്ക് ഈ സമയത്ത് ഇപ്പോഴും അന്നും ഓർമ്മയില്ല, ഇന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് എന്തൊക്കെയോ മറുപടികൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് 2 ദിവസത്തിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി. അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത്. അത്
ഒരു സ്പെഷ്യൽ സ്കൂളാണ്. യു കെയിലെ ഒരു 80 വർഷം പാരമ്പര്യമുള്ള ഒരു വളരെ നല്ലൊരു ക്യാമ്പ് ഹിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ സ്കൂളിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനവിടെ പോസിറ്റീവ് ബിഹേവിയർ ആൻഡ് ലേണിംഗ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലാണ് ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. മാതാവ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ, എൻ്റെ ഗ്രാജുവേഷന് 2 മാസം മുന്നേ മാതാവ് എനിക്ക് ആ ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇപ്പം സ്കൂൾ അടച്ച സമയത്ത് ഞാൻ ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ സാക്ഷ്യം പറയാനും തീർത്ഥാടന ഉടമ്പടി എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ വന്നത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് വഴി കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് വാഹനത്തിലൂടെ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ വാഹനം ഞാൻ ഡെലിവറി ജോബും കൂടെ ഞാൻ എനിക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഡെലിവറി ജോബിന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വാഹനത്തിൽ ബൈബിൾ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര മഴയായിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ റോഡിൽ സാധാരണ യു കെയിലെ എല്ലാ റോഡിലും റോഡ് മാർക്കിങ്സ് ഉള്ളതാണ്. അപ്പം ഞാൻ അന്ന് പോയ വഴി ഒരു ഊട് വഴിയായിരുന്നു. അതിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ റോഡിൽ മാർക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ പോയി എൻ്റെ വലതുവശത്തുനിന്ന് വന്ന വണ്ടി എൻ്റെ വണ്ടിക്ക് ഇടിച്ചു. ഞാൻ 1 സെക്കൻഡ് നേരത്തെ ആ സ്പീഡിൽ പോവുമായിരുന്നെങ്കിൽ കറക്റ്റ് വണ്ടി എൻ്റെ ദേഹത്തിടിച്ചേനെ. പക്ഷേ എൻ്റെ സ്പീഡൊക്കെ നിയന്ത്രിച്ച് മാതാവ് എന്നെ രക്ഷിച്ചു. എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അവിടെ ചെറിയൊരു ഇടി വണ്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ടോട്ടൽ ലോസ് ആയിട്ട് വിടും. അങ്ങനെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് വണ്ടിയില്ല. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് ഒരു കാര്യം വന്നത്. റോഡിൽ മാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്താ? അങ്ങനെ ഞാൻ യു കെയിലെ റോഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കംപ്ലയിൻറ്റ് ഞാൻ ചെയ്തു. ഇന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു, മഴയായിരുന്നു, റോഡിൽ മാർക്കിങ്ങോ സൈൻ ബോർഡുകളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ വണ്ടി ഇടിച്ചു. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ അയച്ചു. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെനിക്ക് റിപ്ലൈ ചെയ്തെന്നു, നിങ്ങളുടെ ഫയൽ ഞങ്ങൾ പഠിക്കുകയാണ്, 1 മാസത്തിനുള്ളിൽ റിപ്ലൈ തരാമെന്ന്. അങ്ങനെ എൻ്റെ വണ്ടിക്ക് ഞാൻ എന്താണോ ചിലവാക്കിയത് അതിൽ കൂടുതൽ പൈസ എനിക്ക് റോഡ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ആ പൈസ കിട്ടി. അപ്പം ഞാൻ മറ്റൊരു വണ്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൻ്റെ 7 എന്നുള്ള അക്കമുള്ള ഒരു നമ്പർ പ്ലേറ്റിൽ എവിടെയെങ്കിലും 7 എന്നുള്ള അക്കമുള്ള വണ്ടി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒത്തിരി നോക്കി. അവസാനം എന്നാൽ പിന്നെ ഞാൻ മടുത്തു, ഇനി നോക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് വേറൊരു ആപ്ലിക്കേഷൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒരു റെഡ് കളറുള്ളൊരു വണ്ടി എൻ്റെ കണ്ണിൽ ഉടക്കി. പെട്ടെന്ന് ഞാൻ എൻ്റെ നമ്പർ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 7 ഉണ്ട്. ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ ആ ഓണറിനെ വിളിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ പോയി വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങിച്ചു. ഇപ്പോഴത്തെ യു കെയിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വളരെ നല്ലൊരു പുതിയ വണ്ടി തന്നെ എനിക്ക് മാതാവ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ യു കെയിലെ വഴികളിലെല്ലാം ഭയങ്കര സ്പീഡിലാണ് എല്ലാവരും ചില വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ, ഞാൻ തലവേദനയൊക്കെ പിടിച്ച് കണ്ണ് ചിമ്മിപ്പോയ സമയത്തൊക്കെ മാതാവ് എന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് വാഹനത്തിൽ കൂടെ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ ഉടമ്പടി വസ്തുക്കൾ, ഈ ആൻറ്റി തന്ന ഉപ്പ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടുന്ന് പോയപ്പം യു കെയിൽ ചെന്നതിന് ശേഷം എൻ്റെ 2 പല്ല് കേടായി. അസാധ്യമായ പല്ല് വേദനയായിരുന്നു. ഒരിക്കലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ, എനിക്കതിനെ സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്ത് ഉള്ള ഒരു പല്ലുവേദനയായി മാറി. അപ്പം തണുപ്പ് കൂടുമ്പോഴത്തേക്കും ഭയങ്കര പല്ലുവേദനയായി, തലവേദനയായി. അപ്പം ഞാൻ ആ പല്ലുവേദനയുള്ള സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ പല്ലുവേദന നന്നായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, ഞാൻ നാട്ടിൽ വരുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ മാതാവ് എനിക്ക് നാട്ടിൽ വരുന്ന അന്ന് വരെ എനിക്ക് പല്ലുവേദന ഇല്ലാതെ, എൻ്റെ വേദനയൊന്നും ഇല്ലാതെ മാതാവ് റെഡിയാക്കി തന്നു. പിന്നെ എൻ്റെ ശരീരത്തിലിടയ്ക്ക് വലിയ കുരുക്കളൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര വേദന ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് ആ കുരുവിൻ്റെ മുകളിൽ പുരട്ടി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുരുവെല്ലാം ചുങ്ങിപ്പോയി തുടങ്ങി. അതാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കൾ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം. പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇംഗ്ലീഷുകാർ തന്നെയാണ്. ആരും മലയാളികളില്ല, ഇന്ത്യക്കാരും ഇല്ല. അപ്പോൾ ഞാൻ അവിടെ
മാതാവിനെ പറ്റി ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം സംസാരിക്കുന്ന സമയത്ത് ജപമാലയെ പറ്റി സംസാരിച്ചു തുടങ്ങി. അപ്പം കൂടെ ഉള്ളൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ജപമാല അവിടുത്തെ OLX പോലത്തെ ഒരു സംഭവത്തിൽ നല്ല കാണാൻ ഭംഗിയുള്ള ജപമാലയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ജപമാല എടുത്ത് OLX പോലത്തെ അതിനകത്ത് വിറ്റെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളാരും ജപമാല വിൽക്കാറില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ഞങ്ങളുടെ തകർച്ചയിലും ആശ്രയമാണ് ഈ ജപമാല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൈവശമുള്ള ജപമാല ഞാൻ എടുത്തു കാണിച്ചു. ഞാൻ എവിടെ പോയാലും, ഈവൻ ഇഫ് ജിമ്മിൽ പോയാൽ പോലും ഞാൻ എൻ്റെ ഈ ജപമാലയായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് വളരെയധികം ശക്തി നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നതാണ് ഈ ജപമാലയാണ്. പിന്നെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും അത് സ്റ്റാറ്റസ് ആക്കി ഇടുകയും ചെയ്യും. അതേപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങൾ നടക്കുന്ന ഉടമ്പടി ധ്യാനം പൂർണ്ണമായിട്ട് കാണുകയും അത് സാക്ഷ്യമായി അത് സ്റ്റാറ്റസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ അനാഥാലയങ്ങളിലൊക്കെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ UK ഇങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുകൾ വളരെ കുറവാണ്. പക്ഷേ ഞാൻ കാരുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് വെച്ചാൽ, എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് വാഹനമില്ലാത്തവരുണ്ട്. പക്ഷേ ദേവാലയത്തിൽ പോയി, പള്ളിയിൽ പോയി അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ആ ഏരിയയിലുള്ള പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറയുന്ന എല്ലാ ആൾക്കാരെയും എൻ്റെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.